हमारे हो गए बाबा के हम, बाबा हमारे हो गए बाबा के हम, बाबा मिट गई माया की आंधी, मिट गई माया की आंधी, गम सभी वो खो गए बाबा के हम, बाबा हमारे हो गए बाबा के हम, बाबा हमारे हो जो हुई थी भूल हमसे, भूल सारी मिट गई। जो हुई थी भूल हमसे, भूल सारी मिट गई। ഓം ശാന്തി. ഇന്നലെ നമ്മൾ ബാബ ഒട്ടകപ്പക്ഷിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒഴിവുകഴിവ് പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ദുർബല സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടി ആ അവഗുണത്തെ മാറ്റിയെടുക്കാൻ കുട്ടികൾക്ക് പ്രേരണ നൽകിയ കാര്യമാണ് കേട്ടത്. ഓർമ്മയുണ്ടാവില്ല അല്ലേ? ഒട്ടകപ്പക്ഷി പറക്കാൻ പറഞ്ഞാൽ പറയും ഞാൻ ഒട്ടകമാണ്, പക്ഷിയല്ലേ പറഞ്ഞാൽ പറക്കാൻ പറഞ്ഞാൽ ഒട്ടകമാണ് പറയും. എന്നാൽ ഒട്ടകമാണെങ്കിൽ ചുമടെടുക്കൂ പറഞ്ഞാൽ ഞാൻ പക്ഷിയല്ലേ പറയും. അപ്പോൾ ഒരു കാര്യവും ചെയ്യാത്തവരെല്ലാത്തിനും എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുന്നവർ, അവരെയാണ് ബാബ ഒട്ടകപ്പക്ഷി പറയുന്നത്. മുരളിയിലെ ബാബ ഇടയിൽ ഒട്ടകപ്പക്ഷിയുടെ ഉദാഹരണം പറയാറുണ്ട്. അടുത്ത പോയിൻ്റ്, ഒട്ടകത്തെ വെച്ചിട്ട് ബാബ പറഞ്ഞിരുന്നു. ഊണ്ട് കാ ഉദാഹരണം ദേത്തെ ഹുയെ ബാബ കേത്തെ. ഒട്ടകത്തിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ബാബ പറയുകയാണ്, वो जहाँ पेशाब करता है वही उसका पाव फिसल जाता है. അത് എവിടെയാണോ മലമൂത്ര വിസർജനം ചെയ്യണത് അതിൽ തന്നെ, അതിൻ്റെ മൂത്രത്തിൽ തന്നെ തെന്നിയിട്ട് അത് വീഴാറുണ്ട് ഒട്ടകം. ഇത്രയും വലിയ രൂപമാണ് അതിൻ്റേത്. ഇത്രയും വലിയൊരു മൃഗമായിട്ട് പോലും അതിന് വിവേകമില്ല. സ്വയം മൂത്രം ഒഴിക്കുക, ആ മൂത്രത്തിൽ തന്നെ അത് നിലത്ത് വീഴുക. जिन लोगों का मन काम विकार से पैदा हुए शरीरों को देखकर फिसल जाता है. ബാബ പറയും ഇതേപോലെയാണ് മനുഷ്യൻ. കാമവികാരത്താൽ ജന്മമെടുത്ത ശരീരം, ആ ശരീരത്തിൽ തന്നെ ബാബ പറയണ എല്ലാവരും തെന്നി വീഴുകയാണ്. വികാരി ശരീരത്തിൻ്റെ ആകർഷണങ്ങളിൽ കുടുങ്ങി മനുഷ്യൻ വീണുപോക്കുകയാണ്. और उन्हें धर्म से गिरा देता है. उसके बारे में बाबा कहते कि ये तो ऊंट के समान मूत में फिसल जाता है. ബാബ എപ്പോഴും പറയും ഒട്ടകത്തെ പോലെ തൻ്റെ തന്നെ മലമൂത്ര വിസർജ്യത്തിൽ തന്നെ സ്വയം താഴെ വീഴുന്നത് പോലെ മനുഷ്യൻ വികാരി ശരീരത്തിൽ ആകർഷണങ്ങളിൽ കുടുങ്ങി സ്വയം അധപ്പതിക്കുന്നു. വികാരങ്ങൾ ബാബ വിസർജ്യത്തോട് ഉപമിക്കുകയാണ്. അതിൽ തന്നെ വികാരി ശരീരമാകുന്ന
വിസർജ്യത്തിൽ കുടുങ്ങിയിട്ട് മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് സ്വയം നിലം പതിക്കുകയാണ്. चातक और मछली का बाबा एक गुण बताया करते कि वो चातक. അടുത്തത് ബാബ വേഴാമ്പലിൻ്റെയും മീനുകളുടെയും ഉദാഹരണം പറയുമായിരുന്നു. വേഴാമ്പൽ എങ്ങനെയാണോ മഴവെള്ളം മാത്രമേ, മഴ പെയ്യുമ്പോൾ അല്ലേ ഡയറക്റ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെ, മത്സ്യങ്ങൾ എങ്ങനെയാണോ വെള്ളമില്ലാതെ അതിന് ജീവിതമില്ലാത്തത്, അതേപോലെ ബാബ പറയുന്നു മക്കൾക്ക് ജ്ഞാനമഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പലുകളായിരിക്കണം നിങ്ങൾ. ജ്ഞാനസാഗരനായ ശിവബാബ ജ്ഞാനക്കടലിൽ തന്നെ നീന്തുന്ന കുട്ടികളായിരിക്കണം. ജ്ഞാനമഴ ബാബ പെയ്ച്ചു തരുമ്പോൾ മാത്രമേ ശിവബാബയുടെ മുരളിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ദാഹം ശമിക്കേണ്ടത്. ഉസ്കെ ബിനാ ഉസെ ഏക് ദിൻ ഭി, ബാബയുടെ മുരളി കേൾക്കാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയായിരിക്കണം മക്കളുടെ സ്ഥിതി. അടുത്തത് ബാബ തത്തയുടെ ഉദാഹരണം പറയുമായിരുന്നു. തത്തകൾ 2 തരത്തിലുണ്ട്. ഒന്ന് സംസാരിക്കാൻ പഠിപ്പിച്ചാൽ അത് പഠിച്ച് പറയുന്ന തത്തകൾ. ഒന്നുണ്ട് കേട്ടാലും അത് പഠിച്ചിട്ട് അതേപോലെ പറയാനറിയാത്ത തത്തകളുണ്ട്. അപ്പോൾ ബാബ പറയും ബാബയുടെ മക്കളും ഇങ്ങനെ 2 തരത്തിലാണ്. ബാബ ജ്ഞാനം പകർന്നു നൽകുന്നുണ്ട്. കുട്ടികൾ ഈ ജ്ഞാനം കേട്ടിട്ട് ബാബ പറയുമായിരുന്നു നിങ്ങളെൻ്റെ മക്കളെ ജ്ഞാനം കേട്ടാൽ മാത്രം പോരാ, എന്തുകൂടി ചെയ്യണം? ഈ കേൾക്കുന്ന ജ്ഞാനം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. ബാബ എന്ത് ജ്ഞാനം തരുന്നു? ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. और दूसरे वो जो सुनते हैं परंतु सुना नहीं सकते. പക്ഷെ ചില കുട്ടികളുണ്ട് ജ്ഞാനം കേൾക്കും പക്ഷെ എന്ത് ചെയ്യുന്നില്ല? കേൾപ്പിക്കുന്നില്ല. ബാബ കേത്തെ ആപ് സഭി കോ, അതുകൊണ്ട് ബാബ എപ്പോഴും പറയും നിങ്ങൾ എൻ്റെ മക്കളെല്ലാവരും പറഞ്ഞു കൊടുത്ത് പഠിക്കുന്ന തത്തയെപ്പോലെ പഠിക്കണം. പഠിച്ചത് മറ്റുള്ളവർക്ക് ഉരുവിട്ട് കേൾപ്പിക്കുന്ന തത്തകളായിരിക്കണം. ज्ञान लेने वाला जो मनुष्य शिव बाबा के कहने अनुसार न चले उसके लिए. ഇനി ജ്ഞാനമാർഗത്തിൽ ജീവിക്കുന്ന കുട്ടികൾ പക്ഷെ ബാബ എന്ത് പറയുന്നത് അനുസരിക്കാത്ത കുട്ടികളെ ബാബ പറയും കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയാണ്. ജैसे बेलगाम घोड़ी अपने मालिक से, എങ്ങനെയാണോ കടിഞ്ഞാണ് യജമാനൻ്റെ കയ്യിൽ നിന്ന് പോയ കുതിര താന്തോന്നിയായിട്ട് ഓടുന്നത്, അതെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇടിക്കും. ഓടി ഓടി ഏതെങ്കിലും വൃക്ഷത്തിലോ വണ്ടികളിലോ കുഴികളിലോ എവിടെയെങ്കിലും പോയി ഇടിച്ച് താഴെ വീണ് തലയോ കാലോ വല്ലതും പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും. അതേപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുമായിരുന്നു ബാബ. ലക്കും ലഗാനും ഇല്ലാതെ ഓടുമ്പോൾ ബാബ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് മനസ്സ വാച കർമ്മണ, ബാബ പറയും നിങ്ങളുടെ കടിഞ്ഞാൺ ശിവബാബയുടെ കയ്യിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ്, ചിന്തയും വാക്കും കർമ്മവും ബാബയുടെ ശ്രീമത പ്രകാരമായിരിക്കണം. ഇല്ലെങ്കിലോ എവിടെയെങ്കിലും പോയി ഇടിക്കും അല്ലേ, തട്ടും മുട്ടും പൊട്ടും ഒക്കെ ചെയ്യും. എവിടെയെങ്കിലും വീണ് പിന്നെ അവിടെ കിടന്ന് നിലവിളിച്ച് ബാബാ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയണം. ബാബയുടെ ശ്രേഷ്ഠ ശ്രീമത പ്രകാരം നടക്കും, ഇല്ലെങ്കിൽ വേദനിക്കും. ബാബ കരുത്തെ ജ്ഞാൻ വർഷക്കോ ചെയ്യേക്ക്. അതുകൊണ്ട് ബാബ എപ്പോഴും പറയും മക്കളെ കടിഞ്ഞാണില്ലാത്ത കുതിരയായിരിക്കരുത് നിങ്ങൾ. എപ്പോഴും ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ശിവബാബയാകുന്ന ബോസിൻ്റെ കയ്യിൽ കൊടുത്ത് തന്നെ ജീവിക്കും. അർത്ഥം ഭഗവാന്റെ ശ്രീമത പ്രകാരം തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം.
बाबा कहते बंदरों में 5 विकार प्रधान होता है. അടുത്തത് കുരങ്ങൻ്റെ ഉദാഹരണം. കുരങ്ങനെ എപ്പോഴും ബാബ ഉപമിക്കുന്നത് എന്ത് ഓർമ്മിപ്പിക്കാനാണ്? 5 വികാരങ്ങളുടെ മൂർത്തിയാണ് കുരങ്ങൻ എന്ന് പറയും. 5 ദുർവികാരവും കുരങ്ങനിൽ, എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ മൂർധന്യ അവസ്ഥയിലുള്ളത് കുരങ്ങനിലാണ് പറയും. മോഹം ഇത്രയും കൂടുതലാണ്, അറ്റാച്ച്മെൻറ്റ്. കുരങ്ങൻ്റെ ഒരു കുട്ടി ചത്തു കഴിഞ്ഞാൽ പോലും ആ ജഡത്തെയും അത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കും, വിടില്ല. ക്രോധവും അഹങ്കാരവും അതേപോലെ വളരെ കൂടുതലാണ്. ഇത്ര അഹങ്കാരിയാണ് കുരങ്ങൻ. ഒരു ആന നടന്നു പോകുന്നത് കണ്ട, ആനയുമായി ഉപമിച്ച കുരങ്ങൻ എത്ര നിസ്സാര ജീവിയാണ്, എന്നാൽ പോലും ആനയെ ഇളക്കുന്ന തരത്തിൽ കുരങ്ങൻ സൗണ്ട് ഉണ്ടാക്കും. അത്ര അഹങ്കാരം കാണിക്കും. അതേപോലെ കാമവും വളരെ കൂടുതലാണ് കുരങ്ങൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് കുരങ്ങൻ കുട്ടികൾക്ക് ജന്മം കൊടുത്തുകൊണ്ടേയിരിക്കും, നോൺ സ്റ്റോപ്പ്. അതേപോലെയാണ് ആർത്തിയും. അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കടലയിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, അത് മുഴുവൻ കഴിച്ചതിന് ശേഷം അത് വീണ്ടും വരും. വയറ് നിറയെ കഴിച്ചാലും അത് കഴിക്കുന്നത് നിർത്തില്ല. പിന്നെ ഇങ്ങനെ വരും, അതായത് ഒന്നും കഴിക്കുകയേ ചെയ്യാത്തതുപോലെ ആർത്തി കാണിക്കും വന്നിട്ട്. ഇപ്രകാരം കുരങ്ങൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ബാബ പറയും, മനുഷ്യൻ്റെ അവസ്ഥയും ഇപ്പോൾ ഇതേപോലെയാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും 5 വികാരങ്ങളെല്ലാവരിലും നിറഞ്ഞിരിക്കുകയാണ്. പരംപിതാ പരമാത്മാവിനെ കുറിച്ച് അറിയുന്നതേയില്ല. ബാബ കെത്തിക്ക് അബ് ശിവ് ബാബ എന്നിട്ട് പറയും ബാബ, ബ്രഹ്മബാബ പറയും, നോക്കൂ മക്കളെ, ഇപ്പോൾ ശിവബാബ എന്തിനാ വന്നിരിക്കണേ? നരനും നാരിയും കുരങ്ങന സമാനം വികാരികളായി പോയവരെ ക്ഷേത്രത്തിനുള്ളിലിരിക്കാൻ യോഗ്യരായ ദേവീദേവതകളെ പോലെ ആക്കി തീർക്കാനാണ്. കാരണം മനുഷ്യൻ രൂപം കൊണ്ട് മനുഷ്യനാണ്, പക്ഷെ സ്വഭാവം കുരങ്ങനെ പോലെയാണ്. പരസ്പരം വഴക്കടിക്കുക, വികാര വിക്ഷോഭങ്ങളിൽ പെടുക, ഇതെല്ലാം കുരങ്ങന സമാന സംസ്കാരമാണ്. अब इन्हीं बंदरों को ज्ञान रूपी बाणों द्वारा, അതുകൊണ്ട് ബാബ വന്നിട്ട് അല്ലേ വികാരി സ്വഭാവത്തിൽ മുങ്ങി കുരങ്ങനെ പോലെ ജീവിക്കുന്ന മാനവന് ജ്ഞാനബാണമേൽപ്പിച്ച്, ജ്ഞാനം കൊണ്ട് മായയാകുന്ന രാവണനോട് യുദ്ധം ചെയ്യാൻ ബാബ പഠിപ്പിക്കുകയാണ്. और रावण से लड़ना सिखाकर शिव बाबा लंका जलाने की तैयारी कर रहे हैं. ജ്ഞാനബാണം തന്ന് രാവണനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അല്ലേ ലങ്കയൊക്കെ കത്തിച്ച് കളയാൻ, ദുഃഖസാഗരത്തെ രാവണ രാജ്യത്തെ കത്തിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. तो अदा आप सभी को बंदरपन छोड़कर, അതുകൊണ്ട് ബാബ പറയും, മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കുരങ്ങ് സമാനമായ വികാരി സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഉണ്ടെങ്കിൽ, അത് മോഹമാകട്ടെ, അറ്റാച്ച്മെൻ്റ് ആകട്ടെ, ഏത് വികാരമാകട്ടെ, അതിനെ കളഞ്ഞ് ശിവബാബയാകുന്ന രാമൻ്റെ സേനാംഗമായി മാറും. രാമൻ്റെ സേന, രാമൻ്റെ വാനരസേന എന്നാ പറയുക. രാമൻ്റെ വാനരസേനയായി മായയാകുന്ന രാവണൻ്റെ മേൽ വിജയം പ്രാപ്തമാക്കണം. അടുത്തത്, ശാസ്ത്രങ്ങളിൽ ഇങ്ങനൊരു കഥയുണ്ട്. ശിവന്, ഭക്തിയിലെ കഥയാണ്. ഭക്തിമാർഗത്തിൽ പറയും, ശിവന് മോഹിനിയിൽ വികാരപരമായ ആകർഷണം ഉണ്ടായപ്പോൾ ആ ആകർഷണത്തിൽ നിന്നുണ്ടായ ബീജത്തിൽ നിന്ന് തേള് ജനിച്ചു പറയും കുട്ടിയായിട്ട്. ബാബ പറയും,
അജ്ഞാന മാർഗത്തിലെ കഥകളാണ്. ഇത് ശിവബാബയെ പ്രതിയുള്ള മിഥ്യാകഥകളാണ്, അല്ലേ, അജ്ഞാന കഥകളാണ്. വാസ്തവത്തിൽ ശിവബാബയുടെ മക്കൾ മനുഷ്യാത്മാക്കളാണ്. ആത്മാക്കളാണെങ്കിലോ ദ്വാപരയുഗം മുതൽ സ്വസ്വരൂപം മറന്ന്, ആത്മസ്വരൂപം മറന്ന് പതിത ജീവിതം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ മുതലാണ് വികാരത്തിന് വശീഭൂതമായത്. അല്ലാതെ ശിവൻ എന്ന് പറഞ്ഞ പരമാത്മാ ഒരിക്കലും വികാരത്തിന് വശീഭൂതമാകില്ലല്ലോ. കാരണം പരമാത്മാവിന് ശരീരമേ ഇല്ല. അപ്പം ശരീരം എടുക്കുന്നതാരാ? നമ്മൾ ആത്മാക്കളാ. ശരീരം എടുക്കുമ്പോഴല്ലേ ഉള്ളൂ വികാരം. അപ്പം ശരീരധാരികൾ മനുഷ്യരാണ്. അപ്പോൾ വികാരത്തിന് വശീഭൂതമാകുന്നത് മനുഷ്യരാണ്. എന്നിട്ട് വികാരത്തിന് വശപ്പെട്ട് കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത് ആരാണ്? അതും മാനവനാണ്. അപ്പം അങ്ങനെ ജനിക്കുന്ന സന്തതികൾ, കാമവികാരത്തിന് അടിമപ്പെട്ട് ജനിക്കുന്ന സന്താനങ്ങളിപ്പോൾ തേള് പോലെയാണ് പറയാം ബാബ. തേള് പോലെ അർത്ഥം തേള് പോയി കുത്തിയിട്ട് എല്ലാവർക്കും, അല്ലേ, വേദനിപ്പിക്കുന്നത് പോലെ. ഇപ്പോൾ മനുഷ്യർക്ക് ജന്മം എടുക്കുന്ന കുട്ടികൾ, സന്താനങ്ങൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും, അല്ലെ, കുടുംബത്തിനും എന്നിട്ട് മറ്റുള്ളവർക്കും പരസ്പരം ദുഃഖം കൊടുക്കുന്ന സന്താനങ്ങളാണ് ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയണേ? തേള്, കുത്തി നോവിപ്പിക്കുന്നവർ, വേദനിപ്പിക്കുന്നവർ. ആജിക്കൽക്കെ മനുഷ്യം ക ജോ ബിച്ചു. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യൻ്റെ സ്വഭാവം തേള് പോലെയാണ്. കാരണം काम विकार को ठहराते हुए बाबा कहते कि अब आप काम विकार को छोड़ो. അതുകൊണ്ട് ബാബ എപ്പോഴും പറയും, മക്കളെ, ഈ ആദ്യത്തെ ദുർവികാരമുണ്ടല്ലോ, ആ വികാരത്തിന് അടിമപ്പെട്ട് ജനിക്കുന്ന സന്തതികൾ പോലും ദുഃഖം കൊടുക്കുന്നവരായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ആദ്യത്തെ വികാരത്തെ കളയൂ. ഫിർ സത്യുഗ് ആ ജയിക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ദുർവികാരം പോയ സത്യുഗം വരും. और उसमें पवित्रता के बल से, അവിടെയും കുട്ടികൾ ജനിക്കും. എങ്ങനെ? പവിത്രതയുടെ ബലത്താൽ സൃഷ്ടി നടക്കും. കുട്ടികൾ ജന്മെടുക്കും. യോഗബലത്താൽ സന്താനങ്ങളുണ്ടാക്കും. वो बिच्छू टिंडन की तरह म्लेच्छ नहीं होगी. സത്യുഗത്തിലെ കുട്ടികൾ ആരും തന്നെ ഈ തേളിനെ പോലെയൊന്നും ഉപദ്രവിക്കുന്നവരായിരിക്കില്ല. തേളും പഴുതാരെയൊക്കെ ഉണ്ടല്ലോ ഉപദ്രവിക്കണം. അതുപോലെ വേദനിപ്പിക്കുന്ന, കുത്തി വേദനിപ്പിക്കുന്ന സന്താനങ്ങളല്ല സത്യുഗത്തിലും ത്രൈതേകത്തിലും കുഞ്ഞുങ്ങൾ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും, കുട്ടികളായാലും മുതിർന്നവരായാലും ചെറുപ്പക്കാരാണെങ്കിലും ടീനേജിലാണെങ്കിലും ഒരു പ്രായത്തിലും, അല്ലേ, പരസ്പരം ദുഃഖം കൊടുക്കില്ല. ഇപ്പം നോക്കൂ, സ്വന്തം കുട്ടികൾ തന്നെ അച്ഛനമ്മമാർക്ക് തന്നെ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും തന്നെ എത്ര ദുഃഖം കൊടുക്കണേ, അല്ലേ. കുട്ടികളില്ലാത്ത ദുഃഖം ചിലർക്ക്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഈ കലിയുഗത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾ കൊണ്ട് തന്നെ കുട്ടികളുള്ളവർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെല്ലാം ദുഃഖമാണ് എന്ന്. സ്വന്തം മക്കളെ കൊണ്ട് ദുഃഖിക്കുന്ന എത്ര മാതാപിതാക്കളാണ്, അല്ലേ. സ്വന്തം മക്കളെ കൊണ്ടുള്ള ദുഃഖത്തിൽ മരിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്, ദുഃഖിച്ചിട്ട് വേദനിച്ചിട്ട്. അതുകൊണ്ടാണ് പറയണ ബാബ, ഇപ്പോഴത്തെ മക്കൾ തേള് പോലെയാണ്. മ്ലേച്ഛ ജീവിതമാണ്. വികാരി ജീവിതത്തിൽ നിന്ന് ജനിക്കുന്നത്, അല്ലെ, വികാരി സന്താനങ്ങളാണ് പറയാ ബാബ. ജന്മം എടുക്കുമ്പോൾ തന്നെ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ട് ദുഃഖം കൊടുക്കുന്നവരാണ്. പക്ഷെ അവിടെ സത്യുഗത്തിൽ പവിത്ര ജന്മമായിരിക്കും. ജന്മം എടുക്കുന്നതേ പവിത്രതയുടെ ബലത്താലാണ്, യോഗബലത്താലാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്വഭാവവും ദൈവികമായിരിക്കും, ദിവ്യ ഗുണസമ്പന്നമായിരിക്കും. बिच्छू के बारे में बाबा एक बात और भी बताए. തേളിനെ പ്രതി ബാബ മറ്റൊരു ഉദാഹരണവും പറയാറുണ്ട്. തേളെപ്പോഴും കുത്തി നോക്കാറുണ്ട്. പ്രതലം സോഫ്റ്റാണോ ഹാർഡാണോ എന്ന് നോക്കും. മൃദുലാണോ, അല്ലേ, കടുപ്പമുള്ളതാണോ എന്ന് നോക്കും ആദ്യം. എന്നിട്ടാണ് തുളയ്ക്കുക. ജഗ കോ നരം പാക്കർ ഹി, സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ,
കൊമ്പ് കൊണ്ട് പിന്നെ കുത്തി പരിശ്രമിക്കുള്ളൂ. ഇസ് പ്രകാർ ഇത്തനി സമസ്തോ ബിച്ചുമേ ഭി ഹേ. എന്നിട്ട് ബാബ പറയുമായിരുന്നു, നോക്കൂ, ഒരു തേളിന് പോലും ഇത്രയും വിവേകമുണ്ട്. പ്രതലം ഹാർഡാണെന്ന് തോന്നിയ, കടുപ്പമുള്ളതാണെന്ന് തോന്നിയ അത് കുത്താൻ നിൽക്കില്ല. സോഫ്റ്റാണ്, തനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ, തൻ്റെ കൊമ്പ് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ പരിശ്രമിക്കുള്ളൂ. ഇസ്സെ ജ്ഞാൻവാൻ മനുഷ്യക്കോ ഗുൺ ലേനാ ചെയ്യേ. അപ്പോൾ ബാബ പറയണേ, തേളിനെ കാണുമ്പോൾ ജ്ഞാനികളായ നിങ്ങൾക്ക് ഈ ഗുണം എടുക്കാൻ പറ്റണം തേളിൽ നിന്ന്. ഈശ്വരീയ ജ്ഞാൻ ഉസി കോ ദേ ജോ സുന്നേക്കാ. ഏത് ഗുണം? ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഇപ്രകാരമായിരിക്കണം എന്ന് പറയാം ബാബ. കൊടുക്കുന്നതിന് മുമ്പ് ആർക്കാണോ ജ്ഞാനം പകർന്നു കൊടുക്കണേ, ആ എടുക്കാൻ വന്നിരിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? സോഫ്റ്റാണോ ഹാർഡാണോ? ജ്ഞാനം സ്വീകരിക്കാനുള്ള മനസ്സവർക്കുണ്ടോ? മൃദുലാണോ അതോ കടുപ്പക്കാരനാണോ? ബാബ പറയുന്നത് ഇതാദ്യം മനസ്സിലാക്കണം. ജിസ്കെ മൻമേ സുനാനെ വാലേക്ക് പ്രതി കുച്ച് നരമേ ഭാവ് ഹോ. അതായത് ജ്ഞാനം നമ്മൾ പറഞ്ഞു കൊടുക്കാനിരിക്കുമ്പോൾ കേൾക്കാൻ വന്നിരിക്കുന്ന ആൾ ആര് പറഞ്ഞു കൊടുക്കുന്നോ അവരെ പ്രതി നല്ല ഭാവനയോടുകൂടി ഇരുന്ന് കേൾക്കുകയാണെങ്കിലേ അവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പറയാണ് ബാബ. കേൾക്കാനുള്ള മനോഭാവം ഇല്ലാതെ കടുപ്പ സ്വഭാവത്തോടു കൂടി വന്നിരിക്കുകയാണെങ്കിൽ മുന്നിൽ ബാബ പറയണ അവരോട് ജ്ഞാനം പറയുന്നത് വ്യർത്ഥമാണ്. ചിലരുണ്ടല്ലോ, ഇവിടെ എന്താ പറയണേ, നോക്കട്ടെ ഞാൻ അല്ലേ, നോക്കാൻ വേണ്ടി, കേൾക്കാനല്ല, നോക്കാൻ, പരീക്ഷിക്കാൻ, ടെസ്റ്റ് ചെയ്യാൻ. ബാബ പറയണ ഇങ്ങനെ വരുന്നവരോട് നിങ്ങൾക്ക് ജ്ഞാനം പറയേണ്ട ആവശ്യം ഇല്ല. इस प्रकार इस विषैली जीव से भी बाबा गुण लेने की शिक्षा देते थे. ഒരു വിഷജീവിയാണ് തേള്, എന്നാൽ പോലും ബാബ പറയുമായിരുന്നു അതിൽ നിന്നും നിങ്ങൾ നല്ല പാഠം പഠിക്കണം. അതിന് ഒരു സദ്ഗുണമുണ്ട്. ഏത് സദ്ഗുണം? അത് കൊത്തി നോക്കിയിട്ട് തനിക്ക് യോജിക്കുന്നതാണെങ്കിൽ മാത്രമേ അത് അല്ലേ കൂടുതൽ തുളയ്ക്കാൻ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ തൊട്ട് നോക്കിയിട്ട് അല്ലേ ഹാർഡാണെന്ന് മനസ്സിലായാൽ അത് തിരിച്ചു പോകും. സോഫ്റ്റ് സ്ഥലത്ത് മാത്രമേ അത് അധ്വാനിക്കുള്ളൂ. അതുപോലെ ആയിരിക്കണം നമ്മളെന്ന് പറയണം ബാബ. ജ്ഞാനം യോഗ്യമായ പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കാവൂ. താല്പര്യമില്ലാത്തവരോട് ഹാർഡ് പ്രതലത്തിൽ ഈ ജ്ഞാനം കൊടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല പറയണം ബാബ. जिन मनुष्यों की सदा काम की दृष्टिवृत्ति बनी रहती है उनके बारे में बाबा कहते हैं, ആരാണോ സദാ കാമവികാരത്തിൻ്റെ വൃത്തിയിൽ ജീവിക്കുന്ന, എപ്പോഴും ഈ ആദ്യത്തെ ദുർവികാരത്തിന് വശീഭൂതമായ ദൃഷ്ടിവൃത്തിയിൽ ജീവിക്കുന്ന മാനവരാരാണോ, ബാബ അവരെ പ്രതി പറയുമായിരുന്നു, കാമി കുത്തേ ഹേ, ഇവർ കാമവികാരിയായ നായയെ പോലെയാണ്. ജैसे കുത്തേ കെ കൈ ബച്ചേ. പൊതുവേ നായയെക്കുറിച്ച് പറയാറില്ല, അതിൻ്റെ ഉള്ളിൽ ഈ ആദ്യത്തെ വികാരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വികാരത്തിന് വശീഭൂതമായി അത് കുട്ടികൾക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കും. കാരണം വാസന വളരെ കൂടുതലാണ്, കാമവാസന. വൈസാഹിയെ മനുഷ്യബീഹെ. ബാബ പറയും അതേപോലെയാണ് ചില മനുഷ്യർ. ഈ ആദ്യത്തെ ദുർവികാരം അവരിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ ആരെ നോക്കുകയാണെങ്കിലും ആ ദൃഷ്ടിയിലും വൃത്തിയിലുമാണ് പെരുമാറുക. ബാബ കേത്തെ ദേഖോ ആജ് മനുഷ്യ കിത്തന ഗിർ ഗയാ. എന്നിട്ട് ബാബ പറയും ഈ വികാരത്തിന് വശീഭൂതനായ മാനവജാതിയെ നോക്കിയിട്ട് ബ്രഹ്മബാബ പറയുമായിരുന്നു, നോക്കൂ മനുഷ്യൻ എത്രത്തോളം അധപ്പതിച്ചു, താഴെ പോയി. അപ്പനെ പരംപിത പരമാത്മാ കോ ഭൂൽനെ കെ കാരൺ. പരംപിത പരമാത്മാവിനെ മറന്നത് കാരണം ഗോഡ് സെ ബദൽക്കൽ ഡോഗ് ബൻ ഗയാ ഹെ. ബാബ പറയും ഈശ്വരനെ മറന്നത് കാരണം ഗോഡസസ് ആയിരുന്നു, ദേവീ ദേവതകളായിരുന്നു. എന്നിട്ട് ഗോഡ് മാറി എന്തായി? ഗോഡ് എന്ന വാക്ക് തിരിച്ചിട്ട എന്താ അവസ്ഥ? ഡോഗ് അല്ലേ, മൃഗീയ സ്വഭാവത്തിലേക്ക് അല്ലേ വികാരിയായി മാറി. ദൈവീകത പോയിട്ട് മൃഗീയത വന്നു ചേർന്നു എന്ന് പറയും.
बाबा कहते अब एक कुत्ते जैसा वासनापूर्ण स्वभाव छोड़ो और पवित्र बनो. എന്നിട്ട് ബ്രഹ്മബാബ പറയുമായിരുന്നു, മക്കളെ, നായയെ പോലെയുള്ള വികാരി സ്വഭാവം വിട്ട് പവിത്രമായി മാറൂ. इस प्रकार टिट्टी का उदाहरण देते हुए ബാബ कहते, അതുപോലെ ബാബ ഒരു പക്ഷിക്കൂട്ടം, അതായത് ചില പക്ഷികളുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന അരിമണി സാധനമൊക്കെ പെറുക്കിയിട്ട് പോകണ ഒരു കൂട്ടം പക്ഷികൾ, മറ്റുള്ളവർ ശേഖരിച്ച് കൊണ്ടുവന്ന് വയ്ക്കുന്നത് എടുത്തിട്ട് പോകുന്നത്. ബാബ कहते ए भी एक അവഗുൺ है. ഇതും ഒരു അവഗുണമാണ്. ആര് ശേഖരിച്ചു വയ്ക്കുന്നോ അതിൽ നിന്ന് എടുത്തിട്ട് പോവുക. ജ്ഞാൻവാൻ മനുഷ്യക്കോ चाहिए कि दूसरों की सेवा. ഒരു ജ്ഞാനിയുടെ ലക്ഷ്യം എപ്പോഴും എന്തായിരിക്കണം? മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യണം. ആരുടെയെങ്കിലും അധ്വാനമൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കുക എന്നുള്ളതായിരിക്കരുത്. ബിനാ പരിശ്രം കെ, ബാബ എപ്പോഴും പറയും, അധ്വാനിക്കാതെ ഒരിക്കലും കഴിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ അധ്വാനം എടുത്ത് സ്വയം കഴിക്കരുത്. എന്തെങ്കിലും ചെയ്യാതെ ഒരിക്കലും. ബാബ ഇത്രയും കൂടി പറയുമായിരുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഒരാൾക്കെങ്കിലും ജ്ഞാനവും കൂടി പറഞ്ഞു കൊടുത്തിട്ടേ കഴിക്കാവൂ എന്ന് പറയായിരുന്നു ബാബ. മറ്റുള്ളവരുടെ പരിശ്രമം അല്ലാതെ ബാബ വീടുകളിൽ പോയി വെറുതെ കൈനീട്ടി യാചിച്ചിട്ട് ആരെങ്കിലും അധ്വാനിച്ചത് വാങ്ങി കഴിക്കരുതെന്ന് പറയും. നിങ്ങൾ സ്വന്തം കൈകാലുകൾ കൊണ്ട് അധ്വാനിക്കണമെന്ന് പറയുമായിരുന്നു ബാബ. तो ബാബ कहते कि जैसे उल्लू को, അതേപോലെ മൂങ്ങയുടെ പ്രത്യേകത എന്താണ്? वो दिन में कुछ दिखाई नहीं देता है. അതിന് പകൽ വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. സൂര്യ भी दिखाई नहीं देता, സൂര്യനെ പോലും കാണാൻ പറ്റില്ല. വവ്വാല് തൂങ്ങിക്കിടക്കുന്നത് പോലെ. वैसे ही आजकल के मनुष्य भी മന ഉൾട്ടെ ലടക്കെ ഹുയേ ഹേ. അപ്പോൾ ബാബ ഇതുപോലെ പറയുമായിരുന്നു, മനുഷ്യൻ മൂങ്ങയെ പോലെ, മനുഷ്യൻ വവ്വാലിനെ പോലെ. ഞാൻ സൂര്യനെ കാണുന്നില്ല. പരമാത്മാ പിതാവ് വന്നു, പക്ഷേ മൂങ്ങയെ പോലെയുള്ള മനുഷ്യന് പിതാ പരമേശ്വരനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിന്നെയോ വവ്വാല് തൂങ്ങിക്കിടക്കുന്നത് പോലെ ബാബ പറയും, മനുഷ്യനിപ്പോൾ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേഹബോധത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. ജ്ഞാനപ്രകാശം ഭഗവാൻ പരത്തിക്കൊണ്ടിരിക്കുന്നു, അതെടുക്കാൻ പറ്റുന്നില്ല. ശരീരമാണെന്ന ബോധത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ്. ഇപ്രകാരം ബാബ ഈശ്വരീയ ജ്ഞാനം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ഈ സമയത്ത്, ജ്ഞാനനേത്രം കുട്ടികൾക്ക് തന്നിരിക്കുന്ന ഈ സമയത്ത്, നിങ്ങൾ മൂങ്ങയിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ കുട്ടികളായി മാറും. ജ്ഞാനസൂര്യൻ്റെ പ്രകാശമേറ്റ് ബാബയുടെ മക്കളായി മാറും. बाबा समझाते कि मनुष्य को टाटारी बिल्ली नहीं बनना चाहिए. इस प्रकार बाबा हर एक से गुण लेना और अवगुणों को छोड़ने की शिक्षा देकर गुणवान बनाते. അതുപോലെ ബാബ പറയുമായിരുന്നു, നോക്കൂ മക്കളെ, നിങ്ങൾ വാശിക്കാരനായ പൂച്ചയെ പോലെ ആയിരിക്കരുത്. ഇതൊരു അവഗുണമാണ്. പൂച്ചയെ കണ്ടിട്ടില്ലേ, നമ്മൾ അങ്ങോട്ട് ഓടിച്ചാൽ അത് തിരിഞ്ഞു നിൽക്കും നമ്മൾക്ക് നേരെ. ബാബ പറയും, മക്കളെ, ഈ അവഗുണവും നിങ്ങളിൽ ഉണ്ടാവരുത്, വാശി സ്വഭാവം. ഓം ശാന്തി. പ്രകാരം ബാബ ജീവജാലങ്ങളിൽ നിന്നെല്ലാം, ചെറുതും വലുതുമായ ജീവികളിൽ നിന്ന് സദ്ഗുണങ്ങൾ എടുക്കാനും അല്ല അവഗുണങ്ങളെ കളയാനുമുള്ള പ്രേരണ നൽകി. ബാക്കി നാളെ കേൾക്കാം. बाबा
हमारे हो गए बाबा के हम बाबा हमारे हो गए। मिट गई माया की आंधी मिट गई माया की आंधी गम सभी